ഞങ്ങൾ സാരി റെഡി ആയിട്ട് ഇന്ന് ഗുരുവായൂർ പോകാം. ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റാമെന്ന് പറഞ്ഞു. ആരും കിട്ടുന്നത് എന്താണെന്ന് ഞങ്ങൾ കൽപ്പാത്തി തേരുകളിൽ ഒരുപാട് കടകളും അങ്ങനെ റോഡിലേക്ക് ഇപ്രാവശ്യം നിറയെ കടകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കാണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ പോവുകയാണ്. അപ്പോൾ ഇന്ന് കൽപ്പാത്തിയിലത്തെ വീഡിയോ അല്ല. എന്നാലും ഞങ്ങൾ അവിടെ ഏട്ടൻ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ്. ഈ വണ്ടിയിലല്ല പോണത്. എന്നാലും ഞങ്ങൾ പോയപ്പോൾ റോഡ് സൈഡ് വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കൽപ്പാത്തി വീഡിയോ അല്ല, ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോകുന്ന വീഡിയോ ആണ്. ആ പോകുമ്പോൾ ഒറ്റപ്പാലത്താണിത്. ഒറ്റപ്പാലത്ത് ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവരാണെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ ഇരിക്കുന്ന ചോക്ലേറ്റും മിഠായി മാത്രമാണ് നോക്കുന്നത്. എന്തെങ്കിലും അത് വാങ്ങിത്തരണം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയുടെ 2 മക്കളാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് ഏതാണ് സ്ഥലം എന്ന് കൃത്യമായിട്ട് അറിയില്ല. కరెక్ట్ టర్మ్ ప్లాన్ని కనుక్కోవడానికి 6 నెలలు పడుతుంది. తర్వాత యాక్సిస్ మ్యాక్స్ లైఫ్ టర్మ్ ప్లాన్ గురించి తెలుసుకున్నాం. యాక్సిస్ మ్యాక్స్ లైఫ్ ഇവിടെ എൻ്റെ സാരി മുഴുവൻ അയച്ചു കളയും കേട്ടോ. വണ്ടിയിലല്ലേ പോണത്, അതിനോട് കുളിച്ചിട്ട് അങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞതോടുകൂടി അങ്ങനെ കെട്ടിയതായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ മുടിയൊക്കെ ഉണക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് തന്നെ അയ്യോ എന്താ ഇങ്ങനെ ഇരിക്കുന്നു തോന്നി. കാരണം അത്ര നേരത്തെ എണീറ്റതല്ലേ. പാലക്കാട് പോലെ തന്നെ അവിടെ തൃശ്ശൂർ കുറച്ച് ഭാഗത്ത് ഫുൾ വയലുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിവിടെയൊക്കെ ഇപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞെങ്കിലും അവിടെ ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ടേ ഉള്ളൂ തോന്നുന്നു. അതുപോലെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഈ മമ്മിയൂർ വഴി അങ്ങനെ വരില്ലേ, ആ ഭാഗത്തൂടെ വന്നത്. വന്ന് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോൾ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കണില്ല. അപ്പോൾ ഫോട്ടോ അതിനകത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോ പോലും എടുത്തില്ല. ഭയങ്കര സങ്കടമായി. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കാതെ തിരിച്ച് വന്നത്. അതിനിടയിൽ ഒരു പ്രശ്നവും കൂടി ഉണ്ടായി. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷമാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഇവിടെ എടുക്കാം, അവിടേക്കാണ് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. അവിടെ നിന്ന് ഭയങ്കര സംഭവിച്ചു. ഞങ്ങൾ ഗുരുവായൂരെത്തി എന്നൊക്കെ പറഞ്ഞ് വടക്കേ നടൻ്റെ ആ പരിസരമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞാൽ കറക്റ്റ് പോലീസ് അവിടെ വന്നിട്ട് ഞങ്ങൾ ഫോൺ വണ്ടിയിൽ വെച്ചിട്ട് പോയാൽ മതി, വീഡിയോ എടുക്കാൻ പറ്റില്ല. അരമണിക്കൂർ കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറാൻ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോ നോക്കാനായിട്ട്. ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ വൈകിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ദീപാരാധനയൊക്കെ തൊഴാൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ പോയി തൊഴുത സമയമുണ്ടല്ലോ, രാത്രി 9:30. 4 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് രാത്രി 9:30ആയി. അന്ന് ശീവേലി അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ചെണ്ടയും മേളവും അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണനെ കണ്ട് തൊഴുത് ഇറങ്ങുമ്പോൾ കറക്റ്റ് 9:30. അത്രയും സമയം കുട്ടികളെയും കൊണ്ട് ക്യൂ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം അവരാരെയും അകത്തേക്ക് കയറ്റി വിടുന്നേ ഉണ്ടായിരുന്നില്ല. என்னோட மகனை கல்யாணம் பண்ணிக்க போற பொண்ணு. എന്താ രാത്രി 12 മണിക്ക്
நானும் வேற ஆரம்பிச்சிடுவேன். அப்புறம் தம்பலினாங்க ரொம்ப அதிகமாக பண்ணிடுச்சு. കാട്ടുപിള്ള കേട്ടപ്പോൾ നമ്മൾ എവിടെ എത്തിയേട്ടാ? ആലത്തൂർ എത്താറായാ? ആലത്തൂർ കഴിഞ്ഞല്ലേ? மரத்துக்கு பின்னாடி நின்று பாட்டு கேட்டுக்கிட்டு சூரியக்காரி அங்கே வந்து ഈ റോഡ് മാത്രം സൂപ്പറായിട്ടുണ്ടാവും. രണ്ട് സൈഡ് നല്ല വെളിച്ചുണ്ടാവും. தலைமுடியை கீழே போடுமா, நான் உன் அம்மா வந்திருக்கேன். அதுக்கப்புறம் இந்த கன்சன் அவளோட கோல்டன் സമയം 12:30. சூரியக்காரி அது வழியாக ஏறி மேலே போகணும். ஓ, அந்த டவர் மேலே போகிறதுக்கு இதுதான் ஏறி படிக்கட்டா? அடுத்த முறை நானும் இதே மாதிரி ஏறதுக்கு முயற்சி பண்ணுறேன். அங்கே பார்த்தா ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് തൊഴുത് ഫുഡ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞങ്ങൾ വരുന്ന സമയം എത്ര മണിയെന്നറിയോ? 11 മണിയായി. 11 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ 12 മണി കഴിഞ്ഞു. ശരിക്കും 12 മണി കഴിഞ്ഞ് ഞങ്ങൾ ഈ കുതിരാങ്കേറ്റമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. ஆமா, இப்ப நீங்க என்ன பண்ணுங்க? நான் 11 இளவரசர்களை தேடி வந்தேன். நீங்க அவங்கள பாத்தீங்களா? இல்ல, நான் பார்க்கல. ஆனா 11 பறவைகள் கிரீடத்தோட பறக்கிறத நான் பார்த்தேன். அந்த பறவைகள் அங்க நீச்சல் அடிக்கிறாங்க. நீ அங்க போனேன்னா அவங்கள கண்டுபிடிக்கலாம். இளவரசி அந்த வயதான பெண்மணிக்கு நன்றி சொன்னான். அவ நதியோரமா நடந்து போய்கிட்டு இருந்தா. அவ ரொம்ப എനിക്ക് ചായ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട. ആവശ്യം എവിടേക്കാണ്? ആവശ്യക്ക് രാത്രി 1 മണിയായി. ഞങ്ങൾ രാവിലെ അമ്പലം തൊഴാൻ പോയിട്ട് ഇതാ KSRTC ബസ് സ്റ്റാൻഡ്. ലോകിക്ക് എന്ത് വേണം? ഇങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൈകിട്ട് ഗുരുവായൂർ തൊഴുതിട്ട് വരുന്നത്.